സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് ഞാൻ വളരെ വികാരഭരിതനായി എൻ്റെ സുഹൃത്ത്, എൻ്റെ ഗുരു, എൻ്റെ ജീവിതത്തിലെ ഒരു മാതൃകാ പുരുഷനായിരുന്ന സഖാവ് MP പരമേശ്വരൻ്റെ നിര്യാണം അതുപോലെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മെഡിക്കൽ കോളേജിന് കൊടുത്തതിന് ശേഷം അതിന് തൃശ്ശൂർ നഗരത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു അനുശോചന യോഗം ചേർന്ന് അതിൽ കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മുതൽ MP പരമേശ്വരൻ്റെ അവസാന കാലത്ത് അദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ച ഒരു മഹത്തായ ദൗത്യം, അതായത് ഇതുവരെ ഉള്ള മനുഷ്യകുലത്തിൻ്റെ തത്വശാസ്ത്ര മേഖലയുടെ മേളനം നടത്തുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന വേറെ ആർക്കും, ഇപ്പം മലയാളത്തിലെ വേറെ ഒരാൾക്കും ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം അത് ഒരു 99% പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി 1-2 ചെറിയ പ്രശ്നങ്ങൾ കൂടെ, വിശദീകരണങ്ങളും മറ്റൊക്കെ ആയിട്ട് വേണ്ടി വരും എന്ന് അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചതനുസരിച്ച് അത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സഹപ്രവർത്തകനായിരുന്ന ഡോക്ടർ സുരേഷ് കോടൂർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗവും ആയ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഇമ്പാക്റ്റ് നിർഭാഗ്യവശാൽ ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ കാണുന്ന, ഞാൻ പ്രതീക്ഷിക്കുന്ന ഇമ്പാക്റ്റ് എനിക്ക് അദ്ദേഹത്തോട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിഷമം എനിക്കുണ്ട്. അദ്ദേഹം അത് ചോദിച്ചിരുന്നു. പക്ഷേ ഏറ്റവും അവസാനം ഞങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനോട് പറയാനോ അദ്ദേഹത്തിന് അത് ശ്രദ്ധിക്കാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് കൂടെ അദ്ദേഹത്തെ പരിചരിക്കുന്ന കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നിർബന്ധിച്ചത് കൊണ്ടാണ് എനിക്കത് പറയാൻ കഴിയാതെ. എന്തായാലും ആ കാര്യം എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്ന ആളും വിശകലനം ചെയ്യുന്ന ആളും അദ്ദേഹം തന്നെയാവും. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവിനും കൂടി
കേരളത്തിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന എൻ്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി, താല്പര്യമുള്ളവർക്ക് വേണ്ടി ആണ് ഞാൻ അതിവിടെ പറയും. അതായത് ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം സ്വയം ഏറ്റെടുത്തതാണ്. എനിക്കോ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കൾക്കോ പരമാവധി ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം അദ്ദേഹം സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതായത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, റിലേറ്റീവ് തിയറീസ്, ക്വാണ്ടം തിയറീസ്, ഇവയുടെ കമ്പാരിസണും സമാനതകളും പ്രതിപാദിക്കുന്ന, സ്റ്റഡി ചെയ്യുന്ന ഒരു റിസർച്ച് ഫൈൻഡിങ്, അതിൻ്റെ ഗവേഷണ പ്രബന്ധം ഡോക്ടർ കെ തെക്കേടത്ത്, കിഷോർ കുമാർ തെക്കേടത്ത് 1993 ബോംബെ സർവകലാശാലയിൽ സമർപ്പിക്കുകയും അതിന് അദ്ദേഹം ഡോക്ടറേറ്റ് ബിരുദം നേടുകയും ചെയ്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അതിൻ്റെ കോപ്പി ആവശ്യമുണ്ടെങ്കിൽ ദയവ് വിചാരിച്ചിട്ട് എനിക്ക് ഒരു മിസ് കാൾ വിട്ടാൽ മതി. KSSP എന്ന് ഒരു മിസ് കാൾ വിട്ടാൽ, ഒരു മിസ് കാൾ അടിച്ചാൽ ഞാനത് അയച്ചു തരാം. അത് ഞങ്ങളുടെ ചർച്ചാ ക്ലാസ്സുകളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, അതായത് സാമാന്യാപേക്ഷികതയും അതിൻ്റെ ഫലമായുണ്ടായ ആറ്റം ബോംബും എങ്ങനെ സമൂഹത്തെ ബാധിച്ചു, അതെങ്ങനെ അതുവരെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളെ, രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെ എങ്ങനെ ഇല്ലാതാക്കി എന്നതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയായിരുന്നു. അത് ചർച്ച ചെയ്യുന്നതിനിടയിലാണ്, അതായത് സാമാന്യ ഓരോ ഉപകരണങ്ങളും, അതായത് നമ്മൾ ഈ ശാസ്ത്ര സിദ്ധാന്തങ്ങളെയൊക്കെ തന്നെ ഒരു ഉപകരണം, മാനസിക ഉപകരണം എന്ന നിലക്കാണ് കാണുന്നത്. ആ ഉപകരണം വരുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ സമൂഹം മാറും. കാരണം ഉപകരണങ്ങളാണ് സമൂഹത്തിൻ്റെ സാമൂഹ്യ വ്യവസ്ഥ അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണല്ലോ കാറൽ മാർക്സിൻ്റെ പ്രസിദ്ധമായ തിയറി. അതനുസരിച്ച് ഈ ഉപകരണം ശരിക്കത് 1915 ഐൻസ്റ്റൈൻ അവതരിപ്പിച്ചെങ്കിലും അതിനൊരു സ്ഥിരീകരണം വന്നത് 1945 ആറ്റം ബോംബ്, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ ഒരു ഇക്വേഷനാണ് E=mc². അത് ശരിയാവാൻ സാധ്യതയുണ്ട് എന്ന ബോധ്യമാണ്
അതിന് വളരെ കൂടുതൽ പ്രസക്തി നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സാമാന്യാപേക്ഷികത മൂലമുണ്ടായ ഡിസ്ട്രക്റ്റീവ് വെപ്പണിൻ്റെ ഒരു കൾമിനേഷൻ ഉണ്ടാവുകയും അതുവഴി മനുഷ്യകുലത്തിൽ ആയിരക്കണക്കിന് കൊല്ലമായിട്ട് ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ സമൂഹങ്ങൾ തമ്മിലും ഗ്രൂപ്പുകൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും ഉള്ള യുദ്ധങ്ങളും കവർച്ചയും എന്നേക്കുമായി ഇല്ലാതാവാൻ പോവുകയാണ് എന്ന ഒരു സിദ്ധാന്തം അതിലൂടെ നമ്മൾ പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ആഭ എന്ന് പറഞ്ഞ ഇപ്പോൾ ജർമ്മനിയിൽ ഫിസിക്സിൽ തന്നെ പ്രത്യേകിച്ചും റിസർച്ച് ചെയ്യുന്ന അവർ പറഞ്ഞത് ഈ ക്വാണ്ടം സിദ്ധാന്തവും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസും കമ്പയർ ചെയ്തുകൊണ്ട് ഒരു റിസർച്ച് ഫൈൻഡിങ് ബോംബെയിൽ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ആളെ പേര് ഡോക്ടർ കെ തെക്കേടത്തുനിന്നാണ്. അപ്പം തന്നെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഫോൺ നമ്പർ കിട്ടി. അന്ന് അദ്ദേഹത്തിന് അത് ഏകദേശം 1 കൊല്ലം മുമ്പ് 1.5 കൊല്ലം ആയിട്ടുണ്ടാവും. അന്ന് തന്നെ അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ മകനുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് 94 വയസ്സായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അങ്ങനെ അദ്ദേഹത്തിനെ അന്വേഷിച്ച ഒരാൾ വന്നല്ലോ. അപ്പം ഞങ്ങൾ ഈ ചർച്ചാ ക്ലാസ് നടത്തുന്ന തിരൂർക്കാട് വിനോദ ഗണിത കേന്ദ്രത്തിലെ പ്രവർത്തകരൊന്നായിട്ട് അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ഒരു ആദരവ് കൊടുക്കണം, അദ്ദേഹത്തിന് എന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അദ്ദേഹത്തിനോട് ഞങ്ങളത് അവിടെ വന്നിട്ട് ബോംബെയിൽ അദ്ദേഹത്തിൻ്റെ റെസിഡൻസിൽ താമസിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് തരട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മകൻ സമ്മതിച്ചില്ല. അപ്പോഴേക്കും അദ്ദേഹം ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ കഴിഞ്ഞ ഡിസംബറിൽ അദ്ദേഹം മരണപ്പെടുകയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത് തർജ്ജമ ചെയ്യിക്കാമെന്നൊക്കെ ആയിരുന്നു നമ്മളെ വിചാരം, ആഗ്രഹം. അങ്ങനെ ഈ സാധനം ഇങ്ങനെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അത് അവസാനം അദ്ദേഹം തന്നെ പറഞ്ഞു. അത് ഞാൻ കൽക്കട്ടയിലെ ഒരു ന്യൂ ഇന്ത്യ ബുക്സ് എന്നുണ്ട്, ഒരു ബുക്സ് ഉണ്ട്. അല്ല എന്തായിരുന്നു ആ ബുക്സ് പ്രസിദ്ധീകരണശാല അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവരുടെ നമ്പർ വാങ്ങി അദ്ദേഹത്തെ കൽക്കട്ടയിൽ വിളിച്ചു. അപ്പോഴവർ പറഞ്ഞു എത്ര ഉണ്ട്, ഞങ്ങളുടെ അടുത്ത് ഇവിടെ ഉണ്ട്, 150 രൂപയാണ് വില. അപ്പോൾ ഞാൻ അവിടെ ഉള്ളതൊക്കെ എനിക്ക് അയച്ചു തരാൻ പറഞ്ഞു. 10 ഉണ്ടെങ്കിൽ 10 അയച്ചു തരാമെന്ന്, ബാക്കിയുള്ളതൊക്കെ അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവസാനം പിന്നെ അവർ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിരുന്നത്. നോക്കിയിട്ട് പറഞ്ഞു 1 കോപ്പി ഇല്ല, എല്ലാ കോപ്പിയും അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരു കോപ്പി ഉള്ളത് അത് ഞങ്ങൾ വിൽക്കാൻ കഴിയില്ല, കാരണം അത് ഒരു റെഫറൻസിന് വേണ്ടി ഇവിടെ വെക്കുന്നതാണ്, ഒരു റെഫറൻസ് കോപ്പിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നമുക്ക് എന്തായാലും അതിൻ്റെ
ഫോട്ടോസ്റ്റാറ്റെങ്കിലും അയച്ചു തരണമെന്നുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുപ്പിച്ച് ഒരു പ്രിൻ്റ് ബൈൻഡ് ചെയ്തിട്ട് ഒരു പുസ്തകമായിട്ട് അയച്ചു തന്നു. 150 രൂപ ഉണ്ടായിരുന്ന ആ സാധനത്തിന് ഞാൻ 890 രൂപ കൊടുത്തു. എന്നിട്ടാണ് അത് കിട്ടിയത്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഞാനത് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ തന്നെ ഒരു പ്രയാസമില്ലാതെ കിട്ടും. അതിൻ്റെ പിന്നെ സോഫ്റ്റ് കോപ്പി ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് എൻ്റെ നമ്പറിൽ, എൻ്റെ ഫോൺ നമ്പറിൽ ഒരു മിസ് കോൾ അയച്ചാൽ മതി, ഇട്ടാൽ മതി. ഞാനതിൻ്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചുതരാം, വാട്സപ്പിൽ അയച്ചുതരാം. വാട്സപ്പിലുള്ള നമ്പർ ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ അത് കിട്ടിയപ്പോൾ തന്നെ ഞാൻ അതുമായിട്ട് MP പരമേശ്വരനെ കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിന് സുഖമില്ലാന്നും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ജോലിയും ചെയ്യാൻ വയ്യാന്നും വളരെ കുറഞ്ഞ അദ്ദേഹത്തിൻ്റെ മാത്രം ചെറിയ ഒരു ഇതിൽ മാത്രമാണ് ജീവിക്കുന്നതെന്നുള്ള ഒരവസ്ഥ എനിക്കറിയായിരുന്നു. അങ്ങനെ ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങളെന്തായാലും ഇത് തർജ്ജമ ചെയ്താൽ ഒരു ആമുഖം നിങ്ങൾ എഴുതരണം. അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഈ KK തെക്കേടത്തിന് അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, തീരെ അദ്ദേഹത്തിൻ്റെ അന്ന് അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ബോംബെയിൽ ഇവർ തമ്മിൽ സഹപ്രവർത്തകരാണ്, ഒന്നിച്ച് പാർട്ടി മെമ്പർമാരായിരുന്നവരാണ്. അങ്ങനെ എന്തായാലും ഇത് പറഞ്ഞിട്ട് ഞാനിങ്ങോട്ട് പോന്നു. ഞാനിങ്ങോട്ട് പോകുന്നതിന് ശേഷം പിന്നെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. എന്നെ ഫോൺ ചെയ്ത് ഒരു 3 പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടാവും, എന്തായി. അപ്പോൾ നമ്മൾ വളരെ കൂടുതൽ ശ്രമിച്ച് നോക്കിയിട്ട് ഞങ്ങൾക്ക് ആകെ 2 ചാപ്റ്ററേ തീർക്കാൻ കഴിഞ്ഞുള്ളൂ. പിന്നീട് വളരെ കൂടുതൽ സങ്കീർണമായ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷനും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. അതായത് ഞങ്ങളാരും ഒന്നിച്ചിരിക്കാൻ തന്നെ ഭയമായിരുന്നു. അങ്ങനെ 3-ാമത്തെ പ്രാവശ്യം ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയില്ല, അത് ഞങ്ങൾ ഇത്രയും ഇത് ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നെ മുന്നോട്ട് നീങ്ങണമെന്നില്ല. അപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് പറഞ്ഞു, നീ അതിങ്ങോട്ട് കൊണ്ടുപോവാ, ഞാൻ ചെയ്തോളാം. അങ്ങനെ കഴിഞ്ഞ സെപ്റ്റംബർ അവസാനം മുതൽ അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഇടയിലാണ് ഞാൻ 2-3 പ്രാവശ്യം അദ്ദേഹത്തിന് പോയി കണ്ടിരുന്നു. അതിലേറ്റവും അവസാനം വന്നപ്പോൾ അദ്ദേഹം ഇതുകൊണ്ട് എന്താണ് ഉപകാരം, അപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ കൂടുതൽ ഈ തത്വശാസ്ത്രവും ശാസ്ത്രവും മെർജ് ചെയ്യിക്കുന്ന, ലയനം നടക്കുന്ന ഒരു ബ്രിഡ്ജാണത് എന്ന് പറഞ്ഞു. അതെങ്ങനെ എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹം ചോദിച്ചിരുന്നു. അതിനെനിക്ക് അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു ഭയങ്കര വിഷമം എൻ്റെ മനസ്സിലുണ്ട്. ഒരു 3 പ്രാവശ്യം ഞാൻ അദ്ദേഹം സമ്മതിച്ചതനുസരിച്ച് പോകാനായിട്ട് കാത്തിരുന്നു. അത് പല കാരണങ്ങളൊക്കെ ഉണ്ട്, അത് തടസ്സപ്പെട്ടു. അവസാനം ഞാൻ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അന്ന് എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ആ സങ്കടം തീർക്കാൻ, അതായത് എനിക്ക് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൃതികൾ, അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ, വിശദീകരണങ്ങൾ വായിച്ച് മനസ്സിലാക്കി
ഈ സമൂഹത്തെക്കുറിച്ചിട്ടും ശാസ്ത്രത്തെക്കുറിച്ചിട്ടും സമൂഹത്തെക്കുറിച്ചിട്ടും കൂടുതൽ അവഗാഹം നേടിയ ഒരാളാണ് ഞാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ രക്തബന്ധത്തിലുള്ള മകനല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളുടെ ഒരു പ്രോഡക്റ്റാണ് ഞാൻ എന്ന് വിചാരിക്കുന്നുണ്ട്. അതേപോലെ വിചാരിക്കുന്ന പരിഷത്ത് പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പെട്ടെന്ന് പറഞ്ഞാൽ തീരും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും സാമാന്യാപേക്ഷികതയും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസവും എങ്ങനെ എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രാഥമിക ഇത് പറയാം. പിന്നീട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഓരോ ദിവസവും കുറേശ്ശെയായിട്ട് അതിൻ്റെ വിശദീകരണങ്ങളും പറയാൻ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് സാമാന്യ ആപേക്ഷികതയുടെ ഏറ്റവും പ്രധാനമായതും ലോകം മുഴുക്കെ അംഗീകരിച്ചതുമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാമാന്യ ആപേക്ഷികതയിൽ നമ്മുടെ പ്രപഞ്ചത്തിന് ഇവിടെയുള്ള ലോകത്തുള്ള നിലവിലിരിക്കുന്ന എല്ലാ വസ്തുക്കൾക്കും മാറ്റം എന്ന വസ്തു ഉണ്ടെന്നാണ്. അതായത് ന്യൂട്ടോണിയൻ ഫിസിക്സിൽ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഫിസിക്സിൽ ഉണ്ടായിരുന്ന പ്രപഞ്ചത്തിൻ്റെ ദർശനം ത്രിമാന പ്രപഞ്ചമായിരുന്നു. ത്രിമാന പ്രപഞ്ചമാണ് നീളം, വീതി, ഉയരം അല്ലെങ്കിൽ ആഴം. ഈ 3 മാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വസ്തു നിലനിൽക്കുള്ളൂ എന്നും അതിൽ മാറ്റം എന്നത് എക്സ്റ്റേണലാണ്, പുറമെന്നുള്ള മാറ്റം, ഇതിനകത്തുള്ളത്. മാറ്റം എന്നാൽ ശരിക്കും പറഞ്ഞാൽ എന്താണ്? സമയം. ഈ മാറ്റത്തിൻ്റെ റേറ്റ് അല്ലെങ്കിൽ യൂണിറ്റ് ആണ് സമയം. ഈ മാറ്റം എന്നത് പുറമെന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ന്യൂട്ടൻ്റെ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങളിലെ ആദ്യത്തെ നിയമം തന്നെ എന്താ? ഒരു വസ്തു റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ ചലനത്തിലോ ആണ്, അൺലെസ് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ഒരു വസ്തുവിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തിടത്തോളം, പുറമേ നിന്നുള്ള ഒരു ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാത്തിടത്തോളം കാലം അത് അങ്ങനെ അതിൻ്റെ സ്റ്റേജിൽ തന്നെ. അപ്പം നേരെ മറിച്ച് ആപേക്ഷിക സിദ്ധാന്തത്തിൽ മാറ്റം എന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത് മാറാതെ ഒരു വസ്തുവിന് നിലനിൽക്കാൻ തന്നെ സാധ്യമല്ല. ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് മാറ്റം. ഉദാഹരണമായിട്ട് ഇപ്പോൾ എൻ്റെ ഈ പലക പോലും, ഇപ്പോൾ ഈ പലക ഇവിടെ നിന്ന് ഇവിടെ വരെ ഇതിൻ്റെ നീളം അളക്കണമെങ്കിൽ ഒരേ സമയം കഴിയില്ല. ആദ്യം ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ അടുത്തത്. ഒരു പെട്ടെന്ന് ഒറ്റ നിമിഷം കൊണ്ട് ഈ 2 പോയിന്റും കൂടി ഉണ്ടാവില്ല. 2 പോയിന്റ് അളക്കാൻ കഴിയില്ല. അതുപോലെ അത് വേറെ കുറേ ഇപ്പോൾ സാമാന്യാപേക്ഷികതയുടെ പ്രാഥമികമായ വിശകലനത്തിൽ മറ്റ് കുറേ ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഉദാഹരണം, ഒരു നീളം അളക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബിന്ദുക്കൾ തമ്മിലുള്ള അകലം അളക്കാൻ ഒരു സമയം എന്നത് വേണം. ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ
ഒരേ സമയം ഒരു സെക്കൻഡിനെ നമ്മൾ ഒരു 10,000 കൊണ്ട് വിഭജിച്ചു നോക്കുള്ളൂ. അപ്പോൾ ആ ഈ രണ്ട് ഭാഗത്തും കൂടി ഒരേ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയും. അപ്പം സമയം എന്നത് അത്യാവശ്യമാണ്. അത് സമയം എന്നത് നമ്മുടെ പ്രകൃതിയുടെ ഭാഗമാണ്. അപ്പം അതോടുകൂടി തന്നെ സാമാന്യ ചലന നിയമത്തിലെ ഈ റെസ്റ്റ് എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ല എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരു ശാസ്ത്ര സിദ്ധാന്തമാണെങ്കിൽ അതിൽ അനാവശ്യമായ ഒരു വാക്കുണ്ടാകാൻ പാടുണ്ടോ? അതായത് സാമാന്യ ആപേക്ഷികതയോടുകൂടി ഉണ്ടായ പ്രപഞ്ചത്തെക്കുറിച്ചിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മുടെ ഇപ്പോൾ നിലവിലിരിക്കുന്ന ഭൗതിക ശാസ്ത്രം പോലും ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ. പിന്നെ അതേപോലെ തന്നെ അടുത്ത് നോക്കുക, തേർഡ് ലോയിൽ എല്ലാ വസ്തുക്കൾക്കും എല്ലാ ചലനത്തിനും ഒരു പ്രതിചലനം ഉണ്ടാകുന്നതാണ്. എവറി ആക്ഷൻ ദർ ഇസ് എൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ. അത് ഒരിക്കലും ഈ 4-ാം മാനമായ സമയത്തിനുണ്ടോ എന്നുള്ള സംശയമാണ്. ഉദാഹരണമായിട്ട് ഒരു ഇലക്ട്രോൺ അതിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നു എന്നാണ് പറയുന്നത്. അതിനെന്താ റിയാക്ഷൻ? അതേപോലെ ഭൂമി, ഈ സൗരയൂഥത്തിലെ ഭൂമി സൂര്യനെ കറങ്ങുന്നു. ഈ കറക്കത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെ നമുക്ക് അളക്കാൻ കഴിയും? അതുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ചലന നിയമങ്ങളിലെ 2 പ്രധാനപ്പെട്ട നിയമങ്ങൾ തന്നെ സംശയത്തിൻ്റെ വഴിയിലോ ചിലപ്പോൾ തെറ്റാണെന്ന് പോലും പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നുണ്ട് ഈ സാമാന്യ ആപേക്ഷികത വിഷയം എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഈ അവസ്ഥയിൽ അതായത് സ്വാഭാവികമായ 4-ാം മാനമായ മാറ്റങ്ങൾ എന്നതും ഒരു എക്സ്റ്റേണലായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള മാറ്റങ്ങളും രണ്ടും രണ്ടായിട്ട് തന്നെ കണക്കാക്കേണ്ടത്. ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് ഉപകാരപ്രദമായത്. സമൂഹത്തിലെ മാറ്റങ്ങൾക്ക് എന്താണ് കാരണമെന്നും അതിന് റിയാക്ഷൻ ഉണ്ടാവുമെന്നും, റിയാക്ഷൻ ഉള്ളത് എന്തായാലും നമുക്കറിയാം. എന്താണ് അത്? പുറമെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകുന്നത്. അതിന് മാറ്റങ്ങൾ, അതിന് റിയാക്ഷൻ ഉണ്ടാവുക. പക്ഷേ സ്വാഭാവികമായതിന് അതിൻ്റെ ആവശ്യമില്ല. ആ വസ്തുതയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ കമ്പാരിസൺ കൊണ്ട് അടിവരയിട്ടുന്ന കാര്യമാണ്. അതായത് ഈ പുസ്തകം വരുന്നതോടുകൂടി മാറ്റം എന്നത് ഒരു മാനമാണെന്നും അതില്ലാതെ ലോകം ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും നിലനിൽക്കില്ല എന്നും, ഈ മാറ്റം ഈ പ്രപഞ്ചത്തിലെ ഗോളങ്ങൾക്കും ആറ്റത്തിനും ഭൗതിക വസ്തുക്കൾക്കൊക്കെ ഉണ്ടെന്നും അതുപോലെ ഉള്ള മറ്റൊരു മാറ്റമാണ് ജീവൻ. ഇപ്പോൾ ജീവൻ്റെ ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ അതിന് അതിന് അനുകൂലമായ പരിസ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ അത് മുളച്ച് തൈയായി ചെറിയ മരമായി പിന്നെ ചക്ക തരാനും പിന്നെ ചക്കക്കുരു തരാനും ആയിരക്കണക്കിന് ചക്കക്കുരു തരാനും ചക്ക തരാനും ഒക്കെ കഴിയും. അതൊരു മാറ്റമാണ്.
അതേപോലെ തന്നെ മറ്റൊരു മാറ്റമാണ് സാമൂഹ്യ മാറ്റങ്ങൾ. ഈ സാമൂഹ്യ മാറ്റങ്ങളെ കുറിച്ചിട്ട് അതിൻ്റെ മാറ്റത്തിൻ്റെ അടിത്തറ എന്താണെന്ന് കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട്. കാറൽ മാർക്സ് അദ്ദേഹം ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായതുകൊണ്ട് തന്നെ സാമ്പത്തികമായ രീതിയിലാണ് അത് പറഞ്ഞതെന്ന് മാത്രം. നേരെ മറിച്ച് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. അതായത് സാമൂഹ്യ ബന്ധങ്ങളുടെ അടിത്തറ ഉൽപാദന രീതികളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് സാമൂഹ്യ ബന്ധങ്ങൾക്ക്, സോഷ്യൽ റിലേഷൻസിന് കാരണം മീൻസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന രീതികൾ ആണ് എന്ന്. യഥാർത്ഥത്തിൽ ഉൽപാദന രീതികൾ എന്നതിന് പകരം ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കൺഫ്യൂഷനോ ഈ ഇത് ഉണ്ടാവില്ലായിരുന്നു അർത്ഥം. എന്തൊക്കെയാണ് ഉപകരണങ്ങൾ? ഉപകരണങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഞാൻ ഓർക്കുന്നത് MP തന്നെയാണ്. ഉപകരണം എന്നതിന് അദ്ദേഹം നിർവചിക്കുന്നുണ്ട്. ഏത് കാലത്ത് ഒരു 10-50 കൊല്ലം മുമ്പായിരിക്കും ഞാൻ വായിച്ചത്. അതായത് ഈ പ്രപഞ്ചം, നമ്മളെ ചുറ്റുപാടുകളിലുള്ള വസ്തുക്കളെ നമ്മളൊരു പ്രത്യേക ജോലി ചെയ്യാനായിട്ട്, ഒരു കർമ്മം ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയും അത് കൂടുതൽ എളുപ്പത്തിലും കൂടുതൽ ഫലപ്രദമായും ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചു വെച്ച് രണ്ടാമത് ഉപയോഗിക്കാൻ സൂക്ഷിച്ചു വയ്ക്കുന്ന സാധനങ്ങളെയാണ് ഉപകരണങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഈ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഏക ജന്തുവാണ് മനുഷ്യൻ. അപ്പം അതിൽ പലതരം ഉപകരണങ്ങളുണ്ട്. ആദ്യമായിട്ട് ഭൗതിക ഉപകരണങ്ങൾ. ഭൗതിക ഉപകരണങ്ങൾ നിങ്ങൾക്ക് അറിയാം. കത്തി, കല്ല്, ചവണ, വാള്, കത്തി, എന്തിന് നമ്മുടെ റോക്കറ്റ്, മിസൈല് ഒക്കെ ഉപകരണങ്ങളാണ്, ഭൗതികമായ ഉപകരണങ്ങളാണ്. അതല്ലാത്ത ഉപകരണങ്ങളുണ്ട്. അതിനാണ് സാധാരണ ഉപകരണങ്ങൾ പറയുമെങ്കിൽ പോലും ഉപകരണങ്ങൾ അവിടെ മാത്രം നിൽക്കുന്നില്ല. അത് പിന്നെ മനുഷ്യൻ്റെ, പ്രത്യേകിച്ച് ഈ നമ്മളെ ഈ നാവ്, ഈ വോക്കൽ കോളം, ഈ അന്തരീക്ഷത്തിലെ വായു, അതേപോലെ തന്നെ നമ്മുടെ ശബ്ദതരംഗങ്ങൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് മനുഷ്യൻ ഒരു പുതിയ ഉപകരണം ഉണ്ടാക്കി. അതാണ് ഭാഷ. ഈ ഭാഷ എന്ന് പറഞ്ഞ ഉപകരണം ഉണ്ടായതോടുകൂടിയാണ് മനുഷ്യൻ പ്രകൃതിയെ പോലും തോൽപ്പിക്കാൻ, എന്തിന് ദൈവത്തിനെ പോലും തോൽപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് അവനെത്തിയത്. അതായത് ദൈവത്തിന് ഒരിക്കലും നുണ പറയാൻ കഴിയില്ല. നേരെ മറിച്ച് മനുഷ്യന് ഇല്ലാത്തതും പറയാൻ കഴിയും. എങ്ങനെ? ഈ സിംബോളിക് ഇൻട്രാക്ഷൻ എന്നാണെങ്കിൽ പറയാം ഭാഷ. ഈ ഭാഷ കാരണം മനുഷ്യന് ഒരു ഇല്ലാത്ത പ്രപഞ്ചം, അഭൗതിക പ്രപഞ്ചം, മാനസിക പ്രപഞ്ചം, ആത്മീയ പ്രപഞ്ചം ഉണ്ടാക്കാൻ കഴിയും. അത് സ്വന്തം ഉണ്ടാക്കുക മാത്രമല്ല, അത് കെട്ടിപ്പടുക്കാനും അതിൽ നിന്ന് തന്നെ മറ്റ് അങ്ങനെയുള്ളൊരു വൻ ഇല്ലാത്ത പ്രപഞ്ചത്തിൻ്റെയും കൂടി കീഴിലായി മനുഷ്യൻ. അവന് ഭൗതികമായ ഈ ലോകം മാത്രമല്ല, ആശയലോകമുണ്ട്. അതായത് പലതരം ഉപകരണങ്ങളുണ്ട്. അതിലിപ്പോൾ ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് നമ്മൾ ഈ പൂജ്യം. സംഖ്യകൾ പോലും നമുക്ക് ഒരു അമൂർത്തമാണ് എങ്കിൽ പോലും നമുക്ക് ഏകദേശം അടയാളങ്ങൾ, ഇപ്പോൾ 5 എന്ന് പറഞ്ഞ സംഖ്യ, 5 വിരലുണ്ട്, 5 എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല. 5 പോത്തുണ്ട്, 5 കുരങ്ങന്മാരുണ്ട്, 5 മനുഷ്യരുണ്ട്, 5 കുട്ടികളുണ്ട്,
പക്ഷെ 5 നട്ടൊന്നുമില്ല. പക്ഷെ അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ കഴിവുകളിലൊന്നാണ് ഇപ്പോൾ പൂജ്യം. ഇല്ലാത്ത ഒന്നിൻ്റെയാണ് നമ്മളങ്ങനെ സങ്കല്പിച്ചുണ്ടാക്കുക. അതായത് അമൂർത്തമായ വസ്തുക്കളെ പോലും അമൂർത്തമായ ഒരാശയത്തെ നമുക്ക് പ്രകടിപ്പിക്കാനും കൈമാറാനും നമ്മൾ സംഖ്യകൾ ഉപയോഗിച്ചു സമ്മതിച്ചു. പക്ഷെ പൂജ്യം എന്ന ഇല്ലാത്ത ഒരു വസ്തുവിൻ്റെ ഒരു നമ്പർ, അത് പോലും ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാന കാരണം ഈ ഭാഷ. അതായത് ഇല്ലാത്ത വസ്തുക്കളുടെ പ്രപഞ്ചത്തിൻ്റെ അധിപനായി മനുഷ്യൻ. അതുവഴി അവന് ഏറ്റവും വലിയൊരു കുഴപ്പമുണ്ടായത് എന്താ വെച്ചാൽ, ഈ പൂജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്കറിയാലോ. പൂജ്യം എന്നത് മനുഷ്യകുലത്തിൻ്റെ ഇന്നേ വരെയുള്ള കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും ഉപകാരപ്രദമായ പോസിറ്റീവായ കണ്ടുപിടുത്തമാണ് പൂജ്യം എന്ന് ഞാനല്ല പറഞ്ഞത്, ആൽബർട്ട് ഐൻസ്റ്റൈൻ. അദ്ദേഹം തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞുതരാം. We owe a lot to Indians who taught us how to count, without which no worthwhile scientific discoveries would have been done. അതായത് we owe a lot to Indians. നാം ഇന്ത്യക്കാരോട് വളരെ കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു. കാരണം they taught us how to count. അവരാണ് നമ്മെ എണ്ണാൻ പഠിപ്പിച്ചത്. എണ്ണാൻ എന്നല്ല, ഈ സംഖ്യ, ഈ ദശാംശ ക്രമത്തിലുള്ള സമ്പ്രദായം നമ്മളാണ് കൊടുത്തത്. അതിന് കാരണം എന്താണ്? ഈ പൂജ്യമാണ്. പൂജ്യത്തിനുള്ള പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. പൂജ്യം ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. 548 എന്നാണെങ്കിൽ ഒരു 500 ഉണ്ട്. അതിൽ ഈ 500ൻ്റെ പൂജ്യങ്ങൾ കാണില്ല, കാരണം അവിടെ 4 ഉള്ളതുകൊണ്ട്. പിന്നെ ഒരു 40 ഉണ്ട്, 40ൻ്റെ പൂജ്യം കാണില്ല, 8 അവിടെ ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനെ ഈ ലോകത്തെ മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും ഏറ്റവും സർഗാത്മകമായ ഒരു കണ്ടുപിടുത്തമാണ് പൂജ്യം. അത് ഇന്ത്യക്കാരാണ് കണ്ടെത്തിയത്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഇന്ത്യക്കാരെ കടപ്പെട്ടിരിക്കുന്നു ഈ സയൻറ്റിഫിക് ലോകം മുഴുക്കെ എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞത്. അപ്പോൾ ഈ പൂജ്യം എന്താണ്? ഒരു ഉപകരണമാണ്. ഇതേപോലുള്ള ഒരു ഉപകരണമാണ് ഈ ന്യൂട്ടൻ്റെ ചലന നിയമങ്ങളും അതേപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ആപേക്ഷിക സിദ്ധാന്തവും അതേപോലെ തന്നെ ക്വാണ്ടം സിദ്ധാന്തവും. ഇതൊക്കെ ഉപകരണങ്ങളാണ്. ഇതൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ ആദ്യകാല ഉപകരണങ്ങളൊക്കെ തന്നെ നമ്മളെ തീന്മേശയിൽ നമ്മളെ ഭക്ഷണക്രമത്തെ മാറ്റിക്കൊണ്ടേയിരുന്നു. നമുക്കറിയാലോ, നമ്മൾ ആദ്യം ഒരു പ്രാകൃത മനുഷ്യനായിരുന്നപ്പോൾ നമ്മൾ പച്ചയായിട്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. പച്ചയായിട്ട് കഴിച്ചിരുന്നവർക്കും ഒരു പരിമിതി ഉണ്ടായി. ഈ കൈ കൊണ്ട് പറിച്ചെടുക്കാവുന്നതും പെറുക്കിയെടുക്കാവുന്നതും പിന്നെ കീഴ്പ്പെടുത്താവുന്നതുമായ വസ്തുക്കളെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ. മറ്റ് ജീവികളെപ്പോലെ നമുക്ക് കൂടുതൽ ഒരു ജീവിയെ ആക്രമിക്കാനും പിന്നെ കൊല്ലാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്നും മാറാനുണ്ടായ കാരണം നമ്മുടെ ഈ ഉപകരണങ്ങളും അതേപോലെ തീ കണ്ടുപിടിച്ചു,
പിന്നെ പാത്രം കണ്ടുപിടിച്ചു. ഇതൊക്കെ തന്നെ നമ്മുടെ മെനു വിപുലീകരിച്ചു കൊണ്ടേയിരുന്നു. ഈ മെനു വിപുലീകരിച്ചുകൊണ്ടുണ്ടായ പ്രത്യേകതകളും പ്രയാസങ്ങളും റിയാക്ഷനുകളും നമ്മളിപ്പം ഈ ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പോൾ. എന്തായാലും അങ്ങനെ എല്ലാ ഉപകരണങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് മനുഷ്യൻ്റെ ജീവിത രീതിയെ മാറ്റിക്കൊണ്ടേയിരുന്നു. ഈ മാറ്റത്തിലെ ഏറ്റവും അവസാനത്തെ മാറ്റമാണ് ഈ സാമാന്യാപേക്ഷികതയും. ഈ സാമാന്യാപേക്ഷികത കൊണ്ട് ഉണ്ടായ, അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ടുണ്ടായ ആറ്റം ബോംബുകൾ അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബുകൾ. ഈ ന്യൂക്ലിയർ ബോംബുകളോടുകൂടി യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ നമുക്ക് 100 കൊല്ലം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 110 കൊല്ലം കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്ക് 10 രാജ്യങ്ങളെങ്കിലും ആറ്റം ബോംബ് കൈവശം ചെയ്തു. ഇത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ന്യൂക്ലിയർ ശക്തികൾ തമ്മിൽ, ആറ്റം ബോംബ് കൈവശമുള്ള ശക്തികൾ തമ്മിൽ യുദ്ധം ചെയ്താൽ അതിൽ ജയിക്കാൻ ആരും ഉണ്ടാവില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത്. അതായത് ചൈനയും അമേരിക്കയും തമ്മിലൊരു യുദ്ധം നടക്കുകയാണെങ്കിൽ അതിലവസാനം ജയിക്കാൻ ഒരാളുണ്ടാവില്ല എന്ന ഒരു പുതിയ സമവാക്യം ഈ കണ്ടുപിടുത്തം കൊണ്ട് നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധങ്ങൾ വളരെയധികം പരമാവധി ശ്രദ്ധിച്ചിട്ടേ എല്ലാവരും ചെയ്യുള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഇപ്പം ആകെ 195 രാജ്യങ്ങളിൽ കേവലം 10 രാജ്യങ്ങൾക്ക് ആറ്റം ബോംബ് കൈവശം വെക്കാനായിട്ടുള്ളൂ. എന്നിട്ട് തന്നെ യുദ്ധങ്ങളുടെ ആവൃത്തി വളരെയധികം കുറഞ്ഞു. അത് ഇനിയും കുറയും. എപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ ശക്തികളാവാൻ കഴിഞ്ഞാൽ, അതായത് ഈ ആറ്റമിക് ഫിസിക്സ് അല്ലെങ്കിൽ ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന തിയറികളും അതിൻ്റെ പ്രയോഗങ്ങളൊക്കെ ശാസ്ത്രത്തിൻ്റെ ഭാഗമാണ്. അതൊരാളുടെ സ്വന്തം കുത്തകയല്ല. അതാര് മറച്ചു വെച്ചാലും ഇഷ്ടമുള്ളവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഈ നോഹൗ സ്വന്തമാക്കിയിട്ടുണ്ടാവും. അതിന് അവരുടെ മക്കളെ, കുഞ്ഞുങ്ങളെ ചെറുപ്പം മുതലേ കാര്യങ്ങൾ ഗ്രഹിക്കാനും അന്വേഷണത്വരയും ഉണ്ടാക്കാനും മാത്രം പഠിപ്പിച്ചാൽ മതി, അതിന് പരിശീലിപ്പിച്ചാൽ മതി. അങ്ങനെയുള്ള സ്കൂളുകൾ ഇപ്പോൾ ഇല്ല എന്നുള്ളത് സമ്മതിച്ചു. പക്ഷേ എന്തായാലും എങ്കിൽ പോലും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലൊന്നും ഈ സ്വന്തം പ്രജകളെ പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസമാണ് ഇപ്പോഴുള്ളത്. പ്രജകളെ പരിശീലിപ്പിക്കുന്ന, അതിൽ പോലും അതിന്ന് പോലും ആറ്റമിക് സയൻറ്റിസ്റ്റുകൾ ഉണ്ടായില്ലേ. അപ്പോൾ യഥാർത്ഥത്തിൽ പൗരനെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഓരോ കുഞ്ഞിൻ്റെയും തനതായ കഴിവുകളെ, ഇന്നേറ്റായ ശേഷികളെ പരമാവധി പരിപോഷിപ്പിക്കുന്ന രീതിയിൽ അന്വേഷണത്വര, ആത്മവിശ്വാസം, പിന്നെ ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി മുതലായവ പരിശീലിപ്പിക്കുന്ന
രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ ഒരു സംശയം വിചാരിക്കേണ്ട, നമ്മുടെ ഈ തലച്ചോറ് കൈവശമുള്ള ഏതൊരു കുഞ്ഞും ഒരു 100 പേരുണ്ടെങ്കിൽ ഒരാളെങ്കിലും ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും. ആ രീതിയിലുള്ള വിദ്യാഭ്യാസമായിരിക്കണം എന്ന് മാത്രം. അപ്പം നമ്മളെ കൊളോണിയൽ രീതിയാണ്, എന്നിട്ട് പോലും അത് ഇങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ അപ്പം മറ്റേൽ ഏകദേശം എങ്ങനെ ഉണ്ടാവുന്നത് നിങ്ങളത് ആലോചിച്ചാൽ മതി. അതായത് ഇന്നല്ലെങ്കിൽ നാളെ 195 രാജ്യങ്ങളും ആറ്റമിക് നോഹൗ, ആറ്റം ബോംബിൻ്റെ നോഹൗ കൈവശമുള്ളവരും വേണമെങ്കിൽ അത് ഉണ്ടാക്കാം എന്ന ആത്മവിശ്വാസമുള്ളവരുമാണെങ്കിൽ അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ പ്രസക്തി. ഗാന്ധിജിയുടെ അഹിംസ അനിവാര്യമായ ഒരു വസ്തുവായിട്ട് ഈ ആറ്റം ബോംബും ന്യൂക്ലിയർ സയൻസും അല്ലെങ്കിൽ സാമാന്യ ആപേക്ഷികതയും എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശരി. അത് എങ്ങനെയാണ് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അതെങ്ങനെയൊക്കെ ഉദാഹരണമായിട്ട് വിദ്യാഭ്യാസത്തിലെങ്ങനെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്താ വെച്ചാൽ, സാമാന്യ ആപേക്ഷികതയിൽ സ്വാഭാവികമായ ഒരു മാറ്റമുണ്ട്, അതിന് പുറമെ എക്സ്റ്റേണലായിട്ടുള്ളൊരു മാറ്റമുണ്ട്. അപ്പോൾ സ്വാഭാവികമായ മാറ്റം എന്നതിന് റിയാക്ഷൻ ഒന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് റിയാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് പോസിറ്റീവായിട്ടല്ലാത്ത ഒന്നും അതിന് ഇല്ല. ഉദാഹരണമായിട്ട് ഒരു ചക്കക്കുരു ഉണ്ടാവുകയാണെങ്കിൽ അതിങ്ങനെ പൊങ്ങി വലിയ മരമായി ചക്കയായിട്ട് വരും, ചക്ക തരും എന്നുള്ളത് ശരിയാണെങ്കിലും അതിന് ഒരിക്കലും നേരെ തിരിച്ചതിനെ ചക്കക്കുരു ആവാൻ, അതിന് വലിയ മരമായിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ തൈയായിട്ട് പിന്നെ ചക്കക്കുരു ആവാനുള്ള സാധ്യത അതിനില്ല. അതായത് മാറ്റം എന്നത് സദിശമാണെന്നും അത് കൃത്യമാണെന്നും കണിശമാണെന്നും ഓർഗനൈസ്ഡ് ആണെന്നും പ്ലാൻഡ് ആണെന്നും നമ്മൾ അംഗീകരിക്കുന്നതിന് വേണ്ടി വരും. ഇത് ശരിക്കും ദൈവവിശ്വാസികൾ ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞോട്ടെ, പ്രകൃതിക്കാരൻ പ്രകൃതിയുടെ ആണെന്ന് പറഞ്ഞോളൂ. ഇവർക്ക് രണ്ടുപേർക്കുള്ളൊരു പാലമായിട്ട് ഈ സാമാന്യ ആപേക്ഷികത നമുക്ക് ഉപയോഗിക്കാം. മാത്രമല്ല വിദ്യാഭ്യാസം, ആരോഗ്യം, കൃഷി, രാഷ്ട്രീയം എന്നതിലൊക്കെ തന്നെ, രാഷ്ട്രീയം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് സാമൂഹ്യ ജീവിത രീതി, ഇതൊക്കെ തന്നെ സ്വാഭാവികമായുണ്ടാവുന്ന വികാസങ്ങൾ അത് പോസിറ്റീവായിരിക്കുമെന്നും അതിന് ഒരിക്കലും ഒരു എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഇല്ലാത്തടത്തോളം കാലം, ഏതുപോലെ ഒരു പുഷ്പം വിരിയുന്നത്, നല്ലൊരു പൂവ് മൊട്ട് അത് വിരിയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ പുറത്തുനിന്ന്? ഒന്നും വേണ്ട. അതിനെ നിലനിർത്താനുള്ള സംരക്ഷണം കൊടുത്താൽ മാത്രം മതി. എന്നാൽ അത് വിരിഞ്ഞ് അതിൻ്റെ സൗന്ദര്യം പൂർണ്ണമായിട്ട് നിലനിർത്തി, മാത്രമല്ല അതിൻ്റെ ആ സുഗന്ധം പരത്തി അതങ്ങനെ വരും. അത് സ്വാഭാവികമായ ഒരു മാറ്റമാണ്. അതേപോലെയാണ് സാമൂഹ്യ മാറ്റങ്ങളും. അതിൽ ഒരിക്കലും നെഗറ്റീവായിട്ടൊന്നുമില്ല. നെഗറ്റീവായിട്ട് വല്ലതുണ്ടെങ്കിൽ അത് പ്രകൃതി വിരുദ്ധമാണ്. സ്ഥാപനവൽക്കരിക്കുന്നതോടുകൂടി എന്ത് വൃത്തികേടുകൾക്കും, എത്ര നല്ല ആശയമാണെങ്കിലും എത്ര നല്ല മൂല്യങ്ങളാണെങ്കിലും സ്ഥാപനവൽക്കരിക്കുന്നതോടുകൂടി അത് പലപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യവിരുദ്ധ ഫലനിർമ്മിതി നൽകുന്നത് മാത്രമേ ആവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഓരോ കാര്യത്തിലും ഇന്ന് നിലവിലിരിക്കുന്ന, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആരോഗ്യം. ഈ ആരോഗ്യത്തെക്കുറിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഈ പുറമെന്നുള്ള ഒരു ആക്ഷൻ ഇല്ലെങ്കിൽ എന്തായിരിക്കും ജീവൻ്റെ അവസ്ഥ? ഈ ഔഷധങ്ങളും, അതായത് വിഷമാണെന്ന് അംഗീകരിച്ച ഈ ഔഷധങ്ങൾ തന്നെ പല മാത്രകളിൽ ഗവേഷണം നടത്തി അത് ഔഷധമായിട്ട് കണക്കാക്കിയിട്ട് അത് കൊടുക്കാതെ ഇപ്പം നിലവിലിരിക്കുന്ന നമ്മളെ പ്രകൃതി വിരുദ്ധമായ വസ്തുക്കളൊക്കെ അങ്ങോട്ട് നിർത്തുക. എന്നാലുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? 2015 നൊബേൽ പ്രൈസ്, പ്രത്യേകിച്ച് മെഡിസിന് നൊബേൽ പ്രൈസ് കിട്ടിയത് ഒരു ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ്. എന്തിനാണ്? ഓട്ടോഫാഗി, സ്വയം തീറ്റ എന്നാണ് അദ്ദേഹം അതിന് പേരിട്ടത്. അതായത് നിങ്ങളൊന്നും കഴിക്കാതിരുന്നാൽ നിങ്ങളുടെ ശരീരത്തിലെ ഏകദേശം എല്ലാ അസുഖങ്ങളും പൂർണ്ണമായും മാറി കുറഞ്ഞ് നിങ്ങൾ ആരോഗ്യത്തിലേക്ക് കുതിക്കും എന്നാണ് അദ്ദേഹം അതിൽ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഓട്ടോഫാഗി എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. AUTOPHAGY എന്ന് അടിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ യൂട്യൂബിലോ അല്ലെങ്കിൽ പിന്നെ ഗൂഗിളിലൊക്കെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസത്തിന് പുറമെ നിന്നുള്ള നിങ്ങൾ എത്ര കൊടുത്തിട്ടും, പ്രത്യേകിച്ച് ഗണിതം പോലെ ഒരു ആശയപ്രപഞ്ചത്തിലുള്ള അമൂർത്തമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് അകത്തുനിന്ന് തന്നെ അത് മനസ്സിലാവലാണ്. അതായത് കളിയിലൂടെ കണക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരിക്കലും മറക്കില്ല, മാത്രമല്ല ഒരു പ്രയാസമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ചൈനയിൽ കണക്ക് പഠിക്കുന്നത് ഡിസ്കവറി മെത്തേഡ് എന്നാണ് പറഞ്ഞത്. ഡിസ്കവറി മെത്തേഡിലൂടെ. ഡിസ്കവറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ ഒന്നും പഠിപ്പിക്കില്ല, കുട്ടികളെ അധ്യാപകൻ പഠിപ്പിക്കില്ല. നേരെ മറിച്ച് കുട്ടികൾക്ക് കണ്ടെത്താനുള്ള കളികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സ്വരൂപിച്ച് അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിക്കുക, കഴിഞ്ഞ ഈ 21ാം നൂറ്റാണ്ടിലെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിൽ ഒരൊറ്റ കൊല്ലം വെച്ച് ബാക്കിയുള്ള എല്ലാ കൊല്ലവും, ഇപ്പോൾ 26 കൊല്ലമായില്ലേ, ഈ കൊല്ലത്ത് അറിയില്ല, എല്ലാ കൊല്ലവും ചൈനക്കാരാണ് അതിൻ്റെ സ്വർണ്ണ മെഡൽ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുണ്ടായിരുന്ന മാറ്റങ്ങൾ, ഐക്യൂവിലുള്ള മാറ്റങ്ങൾ, അതേപോലെ സയൻറ്റിഫിക് ഡിസ്കവറിയിലുണ്ടായിരുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കുക. അത് നമുക്ക് അനുഭവത്തിലൂടെ കാണുന്നതാണ്. ഇപ്പോൾ തന്നെ ഈ ഒരു ആസ്ട്രേലിയൻ തിങ്ക് ടാങ്ക് CIA ഫണ്ടിങ്ങോട് കൂടി നടത്തുന്ന ഒരു ഗവേഷണത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നത് 64 ഹൈലി അഡ്വാൻസ്ഡ് സയൻറ്റിഫിക് ടെക്നോളജിയിൽ 7 വസ്തുക്കളിൽ വെച്ച്, അതായത് 57 മേഖലകളിലും ചൈന അമേരിക്കയെ പിന്തള്ളിയാണ്. അതിനൊക്കെയുള്ള പ്രധാന കാരണം അവരുടെ ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളിൽ അത് ഉപയോഗിക്കാനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് കൊടുക്കുന്നതും അവർ നേടുന്നതും എന്നും ആണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യ മസ്തിഷ്കമുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യക്കാർക്ക് ശരിയായ പരിശീലനം, ശരിയായ മാനുഷികമായ
ശേഷികളിൽ, മാനസികവും ബുദ്ധിപരവുമായ ശേഷികളിൽ അത് പ്രോത്സാഹിപ്പിക്കാനും പരിശീലിപ്പിക്കാനുമാണ് നമ്മളെ വിദ്യാഭ്യാസം ഉണ്ടാവേണ്ടത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു പൗരവിദ്യാഭ്യാസത്തിലൂടെ നമ്മളെ കുട്ടികൾക്ക് 1.5 കോടിയിലധികം 145 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യക്കാർക്കാണ് യഥാർത്ഥത്തിൽ മനുഷ്യകുലത്തെ നയിക്കാനും സഹായിക്കാനും ഉള്ള കടമ എന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ സാമാന്യ ആപേക്ഷികതയും അല്ലെങ്കിൽ അത് നമ്മളെ പഠിപ്പിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പൊതുവായ മാറ്റങ്ങളെ നാം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് പെരുമാറുകയും വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ തന്നെ 1 മണിക്കൂറോളമായി. അടുത്ത ദിവസങ്ങളിൽ ഇത് താല്പര്യമുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോ വിഷയത്തെക്കുറിച്ചിട്ടും, ഇപ്പോൾ ഉദാഹരണമായിട്ട് പൊളിറ്റിക്സിൽ, മതങ്ങളുടെ കാര്യത്തിൽ, പിന്നെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, കൃഷിയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഈ സാമാന്യ ആപേക്ഷികത എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും ഈ സ്വാഭാവികമായ വസ്തുക്കളുടെ മാറ്റം എങ്ങനെയാണ്, ഏത് ദിശയിലാണ് വരുന്നതെന്നും അത് എങ്ങനെ കണ്ട് നമ്മളെ പുരോഗതിക്ക് അല്ലെങ്കിൽ ഈ ഭൗമഗോളത്തിലെ ജീവൻ തുടിക്കുന്ന ജീവൻ എന്ന അമൂല്യ വസ്തു തുടിക്കുന്ന ഏകഗ്രഹമായ ഈ ഭൂമിയിൽ ജീവൻ്റെ സ്വഭാവവും ജീവന് അനുകൂലമായ രീതിയിൽ ഈ ഭൗമഗോളത്തെ എങ്ങനെ മാറ്റി തീർക്കാനാവുമെന്നും ഉള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. എനിക്ക് വയസ്സായി, മാത്രമല്ല ഞാൻ വളരെ പഴയ പോലുള്ള ഈ സംസാരശേഷിയൊന്നുമില്ല. അതേപോലെ പഴയ പോലെ കാര്യങ്ങൾ സമഗ്രമായി വിശദീകരിക്കാനൊക്കെ ഉള്ള പ്രയാസമുണ്ട്. എങ്കിൽ പോലും ഈ കാര്യത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്ത് പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിലും ഞാൻ അതിനെക്കുറിച്ചിട്ട് പ്രതികരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഭാഗം ശരിയായിക്കൊള്ളണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതൊരു പുതിയ ആശയമാണ്. ആ ആശയത്തിൽ സജീവമായ ഒരു ചർച്ച നമ്മളെ കൂടുതൽ ശരിയിലേക്ക് നീക്കും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്തിട്ട് എൻ്റെ നമ്പറിൽ ഒരു മിസ് കോൾ ഇടുക, അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ബഷീർ സുജീവനം എന്ന യൂട്യൂബ് ചാനലിൽ അഭിപ്രായങ്ങൾ എഴുതുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. എന്നാൽ കഴിയുന്ന രീതിയിൽ ഈ കാര്യം കൂടുതൽ ആളുകൾക്ക് എത്തണമെന്നും അത് ഈ സമൂഹത്തിനെയും ഈ ലോകത്തിനെയും ഈ ഭൗമഗോളത്തിനെയും ഉപകാരപ്രദമാവുകയാണെങ്കിൽ ആ കാര്യത്തിന് ഇത് ഉപയോഗിക്കണമെന്നും അത് നമ്മളെ മലയാളത്തിൽ നിന്ന് തന്നെ ആവണം എന്ന ഒരു മോഹം ഉള്ളതുകൊണ്ടാണ് ഇത് മലയാളത്തിൽ തന്നെ പറയാൻ ഞാൻ ശ്രമിക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.